എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അവധി ദിവസമാണ് കേട്ടോ, വെക്കേഷനാണ് എനിക്കും കുട്ടൂസിനും. അപ്പോൾ ഞാനിങ്ങനെ സാധാരണ ഡേ ഇൻ മൈ ലൈഫ് പോലെയൊക്കെ ചെയ്യുമ്പോഴേ എന്തെങ്കിലും കാണുന്നവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം ഉൾപ്പെടുത്താൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ ഇന്നും ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കാം. പിന്നെ അതുപോലെ ഞാനിങ്ങനെ ഷോർട്സൊക്കെ ചെയ്യണ സമയത്ത് ഷോർട്സൊക്കെ ചെയ്യണ സമയത്ത് അതിൻ്റെ ഫുള്ളായിട്ട് എങ്ങനെയാണെന്നൊന്ന് വിശദമായിട്ട് പറഞ്ഞു തരുമെന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ അതെനിക്കിങ്ങനെ 1 മിനിറ്റ് അല്ലേ ഉള്ളൂ ഷോർട്സ്, അതിലെനിക്ക് അങ്ങനെ വിശദമായിട്ടൊന്നും പറഞ്ഞു തരാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ അതുപോലെ ഒരു റെസിപ്പി ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ ജോലിക്ക് പോകുന്ന ആൾക്കാർക്കൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ ചെയ്യണതിന് മുന്നേ എനിക്ക് കടയിൽ പോയിട്ട് സാധനങ്ങളെല്ലാം വാങ്ങണം. അപ്പോൾ നമുക്ക് പോയി സാധനങ്ങൾ ആദ്യം വാങ്ങിയിട്ട് വരാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞൊരു യൂസ്ഫുൾ സംഭവം എന്ന് പറഞ്ഞില്ലേ, അത് പറഞ്ഞു തരാം. അപ്പോൾ ഇത് കണ്ടോ, അപ്പോൾ ഇതാണ് ആ സംഭവം. ഇത് നമ്മുടെ സോഡ മേക്കറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും സോഡ മേക്കറിൽ സോഡ അടിച്ച് കുടിക്കുക, ഇതല്ലേ നീ പറയാൻ പോണേ? അതല്ല. അപ്പോൾ ഈ സോഡ മേക്കർ ഞങ്ങളിവിടെ 2-3 വർഷം മുന്നേ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പം നമ്മളിത് യൂസ് ചെയ്യണില്ല, ഇപ്പം യൂസേ ചെയ്യാറില്ല. അപ്പോൾ അത് കാരണം നമ്മൾ വിചാരിച്ചു ഇത് വിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു clientandside.de എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റ് ഉണ്ട്. അതിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ പറ്റും. അപ്പം ഞങ്ങൾ ഇതിനു മുന്നേ കുറേ സാധനങ്ങൾ വിറ്റിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ മാസം നമ്മുടെ ഒരു പഴയ ക്യാമറ ഉണ്ടായിരുന്നു, അതുകൂടി അതിൽ വിറ്റിട്ടുണ്ട്, വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളിതിൽ വാങ്ങുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. വിൽക്കുമ്പോൾ പിന്നെ നമ്മളാണല്ലോ, വാങ്ങുമ്പോൾ ഒക്കെ നമ്മൾ ശ്രദ്ധിക്കണം. മുൻകൂട്ടി പൈസയൊന്നും കൊടുക്കരുത്, ചിലപ്പോൾ സ്കാം ആവാം. അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചുറ്റളവുണ്ട്, ഒരു 5 കിലോമീറ്റർ. നമുക്ക് പോയി സാധനം കണ്ട് നോക്കി യൂസ് ചെയ്ത് നോക്കിയെന്ന് വെച്ചാൽ സോഡയൊക്കെ നമുക്ക് ഇപ്പോൾ യൂസ് ചെയ്ത് നോക്കാമല്ലോ. യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണെന്ന് വെച്ചാൽ യൂസ് ചെയ്ത് നോക്കി നല്ലതാണ് എന്നൊക്കെ ഉറപ്പ് വരുത്തി, കേടൊന്നും പറ്റിയിട്ടില്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് സാധനം വാങ്ങാൻ പറ്റും ഡയറക്റ്റായിട്ട്. അപ്പോൾ ഈ സോഡ മേക്കർ നമ്മളിപ്പോൾ വിൽക്കാൻ പോവാണ്. ഇന്ന് ഉച്ചയ്ക്ക് ആൾ വരും. അപ്പം നമ്മൾ ഇതൊന്ന് പൊടി തട്ടിയെടുക്കണം. അപ്പം ഞാൻ വിചാരിച്ചു ഇത് വീഡിയോയിൽ പറയാൻ. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കുറേ സാധനങ്ങൾ ഇതുപോലെ നമുക്ക് ആവശ്യമില്ലാണ്ട് വെറുതെ ഇങ്ങനെ വെക്കുന്നുണ്ടായിരിക്കും. ഇല്ലെങ്കിൽ നമ്മൾ പുതിയത് വാങ്ങുമ്പോൾ പഴയത്, ഇത് മാത്രമല്ല എന്ത് വേണമെങ്കിലും ഇതിൽ വിൽക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് കടയിൽ പോയാലോ? ഇപ്പോൾ ഇവിടെ നമ്മുടെ സമ്മറൊക്കെ കഴിഞ്ഞ് വിന്ററിലേക്ക് പോകാനുള്ള ഒരുക്കൊക്കെ ആയി. അത് കാരണം കൊണ്ട് എല്ലാം ഇട്ടിട്ട് വേണം നമ്മൾ പുറത്തു പോകാൻ. ഇവിടെ നമ്മുടെ തണുപ്പ് തുടങ്ങിയിട്ടാ, അത് കാരണം കൊണ്ട് നമുക്ക് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് വേണം ഇപ്പോൾ പോകണമെങ്കിൽ. അപ്പം ഞാൻ പോയിട്ട് വരാം, നിങ്ങളിവിടെ എന്നെ വെയിറ്റ് ചെയ്യൂ. Hours later. നമ്മൾ വന്നു. ഞാനേ കുറേ നേരമായിട്ടാണ് പോയിട്ട്. ഞാൻ പോണ വഴിയിലൊരു അപ്പാപ്പനെ പരിചയപ്പെട്ടു. അപ്പാപ്പൻ എനിക്ക് പാനയൊക്കെ തന്നു. ലേറ്റ് കത്ര പാനയാന്ന് പറഞ്ഞു. ഞാൻ അവിടെ പഠിക്കാന്ന് വിചാരിച്ചിട്ട് ഇനിയിത് പരിശോധിക്കണം, വല്ല ക്യാമറയാണോ? അപ്പൊ നമുക്കിനി നമ്മുടെ അടുത്ത പരിപാടികളിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ കടയിൽ പോയി വന്നു. ഞാൻ മെയിനായിട്ട് ഈ കേക്ക് ഉണ്ടാക്കുന്ന ഈ പാത്രം വാങ്ങാൻ വേണ്ടിയിട്ട് പോയതാണ്. കുട്ടൂസിൻ്റെ ബർത്ത്ഡേ വരുന്നുണ്ട് 17-ാം തീയതി. അപ്പോൾ നമ്മളതിന് കേക്ക് ഉണ്ടാക്കാനാണ് പ്ലാൻ. കേക്ക് വാങ്ങാമെന്ന് ആദ്യം വിചാരിച്ചു. അപ്പോൾ കുട്ടൂസ് പറഞ്ഞു വേണ്ട, ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞു. ശരി, ഉണ്ടാക്കാം. അപ്പം നമ്മുടെ കയ്യിലിരിക്കണ പാത്രം സ്ക്വയർ ടൈപ്പാണ്, നീളത്തിലുള്ളത്. അപ്പോൾ റൗണ്ട് വാങ്ങാമെന്ന് വിചാരിച്ച് പോയത്. അപ്പോൾ ഇത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നിത് ടെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കേണ്ടത്. ഇതൊന്നും ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല കേട്ടോ. കേക്കിൻ്റെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കേണ്ട, എല്ലാം കാണിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ബോറടിക്കല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പാസ്ത കുക്കറിൽ എങ്ങനെ ഈസി ആയിട്ട് പാസ്ത ഉണ്ടാക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരുന്നുണ്ട്, വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്.
അപ്പോൾ എന്തായാലും നമുക്കിനി പാസ്തയുടെ പരിപാടി തുടങ്ങാം. ഇപ്പോൾ സമയം ഇവിടെ ഉച്ചയായിട്ടാണ്, 2 മണിയായി. ഞാൻ പോയ ടൈമിൽ ഞാനൊരു അപ്പാപ്പനെ പുറത്ത് വെച്ച് പരിചയപ്പെട്ടില്ല, ഞാൻ നടക്കുമ്പോൾ കണ്ടു. അപ്പോൾ അപ്പാപ്പനെ എവിടുന്ന, ഇന്ത്യയിൽ നിന്നാണോ, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ച് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് എനിക്ക് ഈ ഒരു പേനയൊക്കെ തന്നു. ലൈറ്റ് കത്തണ പേനയാണ് എന്നൊക്കെ പറഞ്ഞിട്ട്, എവിടെ ലൈറ്റ് കത്തണില്ലേ, ലൈറ്റ് കത്തണ പേനയാന്നൊക്കെ പറഞ്ഞ് ഇതൊക്കെ തന്നിട്ട് പോയി. നമ്പറൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ ചേട്ടൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അപ്പം വിളിക്കുമെന്നറിയില്ല. അപ്പോൾ ബാക്കി കേക്കിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഇതല്ല, കേക്കിൻ്റെ ഫോണ്ടൻറ്റ്, പിന്നെ കേക്കിൻ്റെ കുറേ ഫോണ്ടൻറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഇന്നത്തേക്കല്ല. അപ്പോൾ നമുക്ക് എന്തായാലും ആദ്യം പോയിട്ട് പാസ്ത ഉണ്ടാക്കാം. ഇന്നത്തെ നമ്മുടെ പരിപാടി പാസ്ത ഉണ്ടാക്കലാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ. അപ്പോൾ നമ്മുടെ പാസ്ത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുക്കർ പാസ്തയാണല്ലോ നമ്മൾ ഉണ്ടാക്കണേ. അപ്പോൾ കുക്കർ ഭയങ്കര എളുപ്പമുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. ഇത് ഞാൻ സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതല്ല. ഇതെനിക്ക് ഇസബെല്ലാണ് കുക്കറിൽ പാസ്ത വയ്ക്കാൻ പറ്റുമെന്ന് പറഞ്ഞു തന്നത്. അപ്പം ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് നല്ലൊരു പാസ്ത കണ്ടുപിടിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം കുക്കറിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് പാസ്ത ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളോ. പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാവും കേട്ടോ. കുട്ടൂസിന് ഇത് ഭയങ്കര ഇഷ്ടമാണ്. അവന് ചില സമയത്തൊക്കെ ചോറുണ്ണാൻ മടിയാണ്, ചില സമയത്തല്ല, അവൻ എല്ലാ സമയത്തും ചോറുണ്ണാൻ മടിയാണ്. അപ്പം ഞാൻ പാസ്തയാന്ന് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവന് ഇഷ്ടമാണ് കഴിക്കാൻ. അപ്പം ഇന്ന് പാസ്തയാവുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും. 2-3 ദിവസം മുന്നേ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോഴും അവന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ബട്ടർ ഇട്ടു. അപ്പോൾ ബട്ടർ ചൂടാകുമ്പോഴേക്കും ഞാൻ വേറെ എന്തൊക്കെ വേണമെന്നുള്ളത് വേഗം പറഞ്ഞു തരാം, ബോറടിപ്പിക്കണ്ടല്ലോ നിങ്ങളെന്നെ. ഒരു ഓനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഈ സംഭവം വേണം. ഇതിൻ്റെ പേര് കാർബോനാറ ഇങ്ങനെയാണ് പറയണത് കേട്ടോ, കാർബോനാറ. ഇത് ഇവിടെ നമുക്ക് നമ്മുടെ നെറ്റോലും റേവേലൊക്കെ വാങ്ങാൻ കിട്ടും. ഇങ്ങനെയാണ് ഇതിൻ്റെ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതാണ് സംഭവം. അപ്പം ഇതാണ് ഞാൻ യൂസ് ചെയ്യാറുള്ളത്. ഇതിൻ്റെ തന്നെ പല ടൊമാറ്റോ ഫ്ലേവറൊക്കെ നമുക്ക് വേറെ കിട്ടും. പക്ഷെ എനിക്ക് വൈറ്റ് കളർ പാസ്ത ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്തേട്ടാ. എനിക്ക് ടൊമാറ്റോനെക്കാട്ടും എനിക്ക് ഇതാണ് കുറച്ചും കൂടി ഇഷ്ടം. അപ്പം നിങ്ങൾ ഇത് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയാം. അപ്പോൾ ഇത് വേണം. പിന്നെ നമുക്ക് ഫ്രഷ് ക്രീം വേണം. പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യും, പിള്ളേർക്ക് കൊടുക്കാനുള്ളതല്ലേ. അത് കാരണം കൊണ്ട് കുറച്ച് ഹെൽത്തി ആയിട്ട് ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് കുറച്ച് പച്ചക്കറി. ഇതിൽ ക്യാരറ്റ് ഉണ്ട്, ഗ്രീൻ പീസ് ഉണ്ട്, കോളിഫ്ലവർ ഉണ്ട്, കോൺ ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം, ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. ഇതിപ്പോൾ ഞാൻ കട്ട് ചെയ്യണ്ടല്ലോ എന്നുള്ള മടിക്ക് ഇങ്ങനെ വാങ്ങിച്ചു. ഇത് നമുക്ക് നെറ്റോലും റേവലും എല്ലായിടത്തും എല്ലാ സൂപ്പർ മാർക്കറ്റിലും വാങ്ങാൻ കിട്ടും. ഇതുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിലേക്ക് കുറച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് ഉപ്പിടുന്നുള്ളൂ. ഞാൻ ഓൾറെഡി സോൾട്ടഡ് ബട്ടറാണ് എടുത്തിരിക്കുന്നത്. അത് കാരണം ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, സ്റ്റുഡൻസ് കുറച്ച് പേര് ഇങ്ങനെ ചോദിക്കും, അവർക്ക് ചില സമയത്ത് ചോറും കറിയൊന്നും എല്ലാം വെക്കാനുള്ള ടൈമൊന്നും കിട്ടിയെന്ന് വരില്ല. അവർക്ക് നല്ല ജോലിക്ക് പോകുന്നവർക്കും കിട്ടിയെന്നൊന്നും വരില്ല. അപ്പം മെയിനായിട്ട് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ചേച്ചി എളുപ്പമായിട്ട് എന്തെങ്കിലും പെട്ടെന്ന് ഒരു 10 മിനിറ്റിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന റെസിപ്പി എന്തെങ്കിലും കാണിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. കാരണം നമുക്ക് നാട്ടിലത്തെ കുറേ ചാനലിലൊക്കെ കാണിക്കും, പക്ഷെ നമുക്ക് നാട്ടിൽ കിട്ടുന്ന സാധനങ്ങളായിരിക്കില്ലല്ലോ ഇവിടെ കിട്ടണത്. അപ്പോൾ അല്ലാണ്ട് ഞാൻ വലിയ പാചകത്തിൻ്റെ ഗുരുവായിട്ടൊന്നല്ല എന്നോട് ചോദിക്കണത്. ഞാനിങ്ങനെ 1-2 ഇതൊക്കെ ചെയ്യണ കാരണം കൊണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്. 2-3 പേര് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്, റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടും കൂടിയാണ് ഞാൻ കാണണം. കാരണം ഞാനിങ്ങനെയൊക്കെയാണ് ഇവിടെ ചെയ്യാറ്. എനിക്ക് ക്ലാസ്സിൽ പോണ സമയത്ത് ചിലപ്പോൾ നേരമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. അപ്പം അത് കാരണം കൊണ്ട് എളുപ്പപ്പണികൾ. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്കിത് ഇതിട്ട് കൊടുക്കാം കേട്ടോ. കുറച്ച് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. അയ്യോ,
ഹാഫ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഒരു വട്ടം കൂടി ഉണ്ടാക്കാനുള്ളത് കിട്ടുമല്ലോ. ഇതിങ്ങനെ വേവിക്കണം എന്നൊന്നുമില്ല. ഇത് നമ്മൾ വിസിലടിക്കുമല്ലോ, ഒരു വിസിലടിക്കുമല്ലോ. അപ്പോൾ എന്തായാലും എല്ലാ പച്ചക്കറികളും വേവും. അത് കാരണം കൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നിങ്ങനെ മിക്സ് ചെയ്തെടുക്കുക. അടുത്തത് നമ്മൾ ഇതിലേക്ക് ഇത് ഇടാൻ പോവാം കേട്ടോ. ഈ പാക്കറ്റ് ഫുള്ളിടും. ഇത് കുറച്ച് വയ്ക്കാം. കണ്ടത് ഇങ്ങനെ ഒരു വൈറ്റ് കളർ പൊടിയാണ്. നമുക്ക് ഫുള്ള് ഇട്ട് കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് കുറച്ച് അതിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഇപ്പം തന്നെ കണ്ട അതിൻ്റെ കളർ വന്നത് കണ്ട. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുന്നത് നമ്മൾ പാസ്ത ഇടുമല്ലോ. പാസ്ത ഇട്ട് കഴിഞ്ഞിട്ട് അതിൻ്റെ ഏകദേശം അതേ ലെവലിൽ തന്നെ വെള്ളം നിൽക്കണം. അപ്പോഴാണ് കറക്റ്റായിട്ട് നല്ല സൂപ്പറായിട്ട് പാസ്ത വരുള്ളൂ. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം ഞാൻ ഇതിലേക്ക് ഒരു 1.5 ഗ്ലാസ് പാസ്ത ഇടാൻ പോണേ. ഒരു നേരത്തേക്ക് 3 പേർക്ക് ഒരു നേരത്തേക്ക് എന്ന് പറയുമ്പോൾ എനിക്ക് മാത്രമാണ് വിചാരിക്കുള്ളൂ. ഒരു ഗ്ലാസ് ഇട്ടു. കുറച്ചും കൂടി ഇടണം. ഇപ്പം 1.5 ഗ്ലാസ് പാസ്ത ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി വെള്ളം തരാം. അപ്പോൾ കുറച്ച് കുറവാണ് വെള്ളം. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുക. അതിൻ്റെ ലെവലാക്കുക. ഓക്കെ. ഇപ്പോൾ ദേ ഇതിൻ്റെ കറക്റ്റ് അതേ ലെവലിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. കാണാൻ പറ്റണില്ലേ? ഇനി നമ്മളിതിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് വേണമെന്ന് വെച്ചാൽ ഇട്ട് കൊടുക്കുക. കുറച്ച് ഉപ്പ് വേണം. ഫ്രഷ് ക്രീം നമ്മൾ പാസ്തയൊക്കെ വെന്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റാണ് നമ്മൾ മിക്സ് ചെയ്യുക. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. അപ്പോൾ അതെ, ഇത് നമുക്ക് ഇനി പണിയൊന്നുമില്ല. ഇത്രയൊക്കെയുള്ളൂ പാസ്തയുടെ പണി. കുക്കർ എടുക്കുന്നു, അടയ്ക്കുന്നു. നമുക്ക് മിനിമല്ല, മിഡിലൊന്നും വെക്കണ്ട. മിഡിലല്ലല്ലോ, മീഡിയത്തിലൊന്നും വെക്കണ്ട. നമുക്ക് തീ കൂട്ടി വയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ കഴിഞ്ഞ് അതിൻ്റെ വിസിൽ പോയി കഴിയുമ്പോൾ നമുക്ക് തുറന്നു നോക്കാം. നമുക്ക് വെയിറ്റ് ചെയ്യാം. പെട്ടെന്ന് വരും. വിസിൽ വന്നു, നമുക്ക് ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിൻ്റെ വിസിൽ പോകുമ്പോൾ നമുക്ക് വന്നിട്ട് തുറക്കാം. അപ്പോൾ അതേ നമ്മുടെ പാസ്തയുടെ വിസിലൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി ഇത് തുറന്നു നോക്കാം. നല്ലോണം വെന്തിട്ടുണ്ടല്ലേ. സൂപ്പറായിട്ടുണ്ട് നമ്മുടെ പാസ്ത. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൽ കണ്ട നമ്മുടെ പാസ്ത സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കാണ് നമ്മൾ കുറച്ച് ഫ്രഷ് ക്രീം ഒഴിക്കാൻ പോണത്. ഹാഫ് ഒഴിക്കാം. ഫ്രഷ് ക്രീം ഇല്ലാണ്ടും കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. പക്ഷെ ഞാൻ ഒഴിക്കുന്നുണ്ട്. ഇതെടുക്കട്ടെ. നമുക്കിത് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ വേണമെങ്കിൽ നമുക്ക് ചീസ് ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ചീസൊന്നും ഇടണില്ല. കാരണം ഇതിൽ ഓൾറെഡി ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടല്ലോ. ഇങ്ങനെ കഴിക്കാനേ നല്ല ടേസ്റ്റാണ്. പക്ഷെ നമുക്ക് ഇതിൻ്റെ മേലെ വേറൊരു സംഭവം ഇട്ട് കൊടുക്കാം. കുറച്ച്
ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാം. ചില്ലി ഓപ്ഷണലാണ് കേട്ടോ, വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇട്ടാൽ മതി, വേണമെന്ന് വെച്ചാൽ പെപ്പർ ഇട്ട് കൊടുക്കാം. പക്ഷെ എനിക്കിത് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ അത് എത്ര പെട്ടെന്ന് നോക്കി നമ്മുടെ പാസ്ത റെഡി ആയത്. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞോളൂ കേട്ടോ. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. നമുക്കിപ്പോൾ കുട്ടൂസിന് കൊടുത്തു നോക്കാം. ആദ്യം ഞാൻ കഴിക്കട്ടെ, അവൻ ചില്ലിയുള്ളത് ചിലപ്പോൾ കഴിക്കില്ല. അപ്പോൾ ബാക്കിൽ ക്യാമറാമാൻ നിൽക്കുന്നുണ്ട്. നമുക്ക് ക്യാമറാമാൻ്റെ അടുത്ത് അഭിപ്രായം ചോദിക്കാം. ചേട്ടനും മുളക് ഇട്ടത് ഇഷ്ടമാണ്. ചൂട് കേട്ടോ, ചൂട്. എങ്ങനെയുണ്ട്? കുട്ടൂസിന് കൊടുക്കാം. അപ്പം നമുക്കിനി കുട്ടൂസിന് കൊടുക്കാം. അപ്പോൾ അതെ ഇതാണ് നമ്മുടെ കുക്കർ പാസ്ത. സ്റ്റുഡൻസിനും ജോലിക്ക് പോകുന്നവർക്കൊക്കെ ഞാൻ പറഞ്ഞ പോലെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ സംഭവമാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ചെയ്തോളൂ. നമുക്കിനി കുട്ടൂസിന് കൊടുക്കാം. കുട്ടൂസിൻ്റെ ഭയങ്കര ഫേവറേറ്റ് കേട്ടോ. ഇപ്പം നമ്മളെ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിൽ വന്ന് നിൽക്കാം കേട്ടോ. മല്ലിപ്പൊടി വാങ്ങാൻ വേണ്ടി പോകാൻ നിൽക്കാം. മല്ലിപ്പൊടി വാങ്ങാൻ 2 പേര്. നേരത്തെ വെള്ളിയാഴ്ച ആയി കാരണം ചേട്ടൻ കുറച്ച് നേരത്തെ ജോലിയൊക്കെ അവസാനിപ്പിച്ചു. ഇവിടെ വെള്ളിയാഴ്ച ആകുമ്പോൾ എല്ലാവരും അങ്ങനെ പൊതുവേ നേരത്തെ അവസാനിപ്പിക്കും കേട്ടോ. എന്നിട്ട് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് ഇന്ത്യൻ സ്റ്റോറിൽ പോവാം. ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ട്. നമുക്ക് ഇതുവരെ അറിയില്ലായിരുന്നു. ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഇവിടെ വീടിൻ്റെ അടുത്ത് ഇന്ത്യൻ സ്റ്റോർ ഉണ്ട് എന്നുള്ളത്. എപ്പോഴും ഞങ്ങൾ സെൻട്രലിലാണ് പോവാറ് നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിലേക്ക്. അതാണ് നമുക്ക് ആകെ അറിയണ്ടായിരുന്നുള്ളൂ. പിന്നെ അതിന് ശേഷം എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ഇന്ത്യൻ സ്റ്റോർ ഉണ്ടല്ലോ എന്ന്. അല്ലെങ്കിൽ നമ്മൾ മാസത്തിൽ ഒരു വട്ടം പോയിട്ട് ബൾക്കായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വയ്ക്കും. അപ്പോൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞ കാരണം കൊണ്ട് കഴിയണതിനനുസരിച്ച് പോയി വാങ്ങിച്ചാൽ മതിയല്ലോ. ഇനിയിപ്പോൾ ശനി ഞായറാകുമ്പോൾ നമുക്ക് പുറത്തൊക്കെ പോകണം. അപ്പോൾ അത് കാരണം ഇന്ത്യൻ സ്റ്റോറിൽ പോകാനുള്ള ടൈമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നെന്തായാലും വെറുതെ ഇരിക്കല്ലേ, പോയി വാങ്ങാമെന്ന് വിചാരിച്ചു. തണുപ്പായി തുടങ്ങി. എല്ലാവരും ജാക്കറ്റൊക്കെ ഇട്ട്. അപ്പോൾ അതേ നമ്മുടെ ട്രാം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ട്രാം വരുന്നുണ്ട്, നമുക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്ത അടിപൊളിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ബൈ.